ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കരിയക്കുഴി എന്ന സ്ഥലത്തെ ഒഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. അതായത് ഞങ്ങൾ പറയുന്ന ഊട്ടൂറം അമ്പലം. ഞങ്ങൾ ഇന്നിവിടെ വന്നത് വൈദൂട്ടിയെ ഇന്ന് എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ്. എഴുത്തിനിരുത്തലും ബുധനാഴ്ച ദിവസം രാവിലെ 9:30 സമയത്താണ് ഞങ്ങളോട് എത്താൻ വേണ്ടി പറഞ്ഞത്. ഉണക്കലരിയും മോതിരവും കൂടിമുണ്ടും അടയ്ക്കയും 3 വെറ്റിലയും ഇത്രയൊക്കെയാണ് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. വൈദൂട്ടിയെ അരിയിൽ എഴുതിച്ചത് അവിടുത്തെ നന്ദൻ തിരുമേനിയാണ്. ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് തിരുവോണം ഊട്ട്, മുഴുക്കാപ്പ്, ചന്ദ്രൻ ചാർത്തൽ, ത്രികല പൂജ, മഹാഗണപതി ഹോമം, ഗണപതി ഹോമം, ഭഗവതി സേവ, ലക്ഷ്മി നാരായണ പൂജ, തുലാഭാരം, പുഷ്പാഞ്ജലി, പാൽപായസം, ശർക്കര പായസം, നെയ്പായസം, ചുറ്റുവിളക്ക്, നെയ്വിളക്ക്, വിളക്ക്, മാല എന്നിവ. ഹരി ശ്രീ ഗ മ പ ത ന ഹരി 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 ശ്രീ ശ്രീ എന്ന് പറ ഗ ഏ ന മ ഹരി യ ര ക്ഷ എന്ന് പറ ഹരി
ഹരി എന്ന് പറ. ഉം. ഉം. ഭയങ്കര. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിൽ എരിഞ്ഞിക്കടവ് എന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ എൻ്റെ വീട്ടിനടുത്താണ് എരിഞ്ഞിക്കടവ് കോർളായി പാലമുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഞാനും വൈദൂട്ടിയും വൈദുവിൻ്റെ അച്ഛനും കൂടെ പോകുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം പെരുമാശ്ശേരിയുള്ള വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറി എന്നുള്ള അവസ്ഥ അത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മൊത്തം പൊടിയും വണ്ണാമ്പലിയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ മാറാല കെട്ടോ അഥവാ വണ്ണാമ്പല കെട്ടോ എന്നുള്ള അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പുമായിട്ട് ഞാനിപ്പം വന്നിട്ടുള്ളത്. ഈ മാറാലകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ആദ്യം തന്നെ സോഫ സെറ്റിലും പിന്നെ ബെഡിലൊക്കെ പഴയ തുണികളൊക്കെ വിരിച്ചിടണം കേട്ടോ. എന്ന് വെച്ചാൽ അതിന്റെ പൊടികളൊക്കെ ആയിട്ട് ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യമേ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ വിരിച്ചിടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ എടുക്കേണ്ടത് 2 ചെറുനാരങ്ങ. അപ്പോൾ അതിലെ നീരൊക്കെ ആദ്യമേ കളഞ്ഞെടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അതായത് വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇനി വേറൊരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിലേക്ക് ഈ വെള്ളം അരിച്ചെടുത്ത ഈ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി അതായത് സിർക്ക ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പഴയൊരു ടീഷർട്ട് എടുക്കുക. അത് ആ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ മാറാല പിന്നെ കളയുന്ന ആ കുള്ളി ഉണ്ടല്ലോ, അതായത് വടി, അതിലേക്ക് ചുറ്റി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് ഇങ്ങനെ ചുമരിലേക്ക് ഉരച്ചുരച്ച് കൊടുത്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്നൊന്നും മാറാല പിടിക്കില്ല. അത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ. കൂടാതെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതിൽ പുൽത്തൈലം എടുത്ത് ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുത്ത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചുമരിലൊക്കെ ഉരച്ചു കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ചിലന്തി പെട്ടെന്നൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല 2 ടിപ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.